ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഐ എം ദിവ്യ ബ്രിൻഡോ. വെറും ദിവ്യ ബ്രിൻഡോ അല്ല, മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബ്രിൻഡോ. അപ്പോൾ നമ്മൾ ഒരു വർക്കിൻ്റെ തലേദിവസം നമ്മൾ എന്തൊക്കെ പരിപാടികൾ ചെയ്താലാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റത്തെ വീഡിയോയിൽ കാണിക്കുകയാണ്. നമുക്ക് 2 സാരി അയൺ ചെയ്ത് പ്ലീറ്റ്സ് എടുത്ത് ഫോൾഡ് ചെയ്ത് വയ്ക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ 2 സിൽക്ക് സാരി നമ്മൾ കേടുപാടുകളൊന്നും പറ്റാതെ നന്നായിട്ട് അയൺ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ടെമ്പറേച്ചർ വളരെ ശ്രദ്ധിക്കണം സിൽക്ക് സാരിയൊക്കെ അയൺ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ മമ്മിക്കുട്ടിയുണ്ട് കേട്ടോ. മമ്മിക്കുട്ടി ഇല്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ. മമ്മി ഒരു സാരി സ്പെഷ്യലിസ്റ്റൊക്കെയാണ്. മമ്മി എത്രയോ വർഷം സാരി ഉടുത്ത ആളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത്രയും എന്താ പറയുക, കുനുകുനാ പ്ലീറ്റ്സ് എടുക്കാനുള്ള ക്ഷമയൊന്നും മമ്മിക്കില്ല കേട്ടോ. അപ്പോൾ കുറേ നേരമായിട്ട് മമ്മി എൻ്റെ കൂടെ പോസ്റ്റാണ് കേട്ടോ. രാത്രി ഒരു 10-11 മണി ആയിട്ടുണ്ട്. മമ്മിയൊക്കെ ഒരു 9 മണിയാകുമ്പോഴത്തേക്കും കിടക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ആ മമ്മീനെ ഇങ്ങനെ പിടിച്ച് നിർത്തിയേക്കാണ് നമ്മൾ. എല്ലാ പരിപാടിക്കും, തട്ടുതരിയുടെ പരിപാടിക്കെല്ലാം മമ്മി നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി ജേർണിയിൽ മമ്മി എൻ്റെ കൂടെ എല്ലാ പരിപാടിക്കും ഉണ്ട് കേട്ടോ. എന്ത് പരിപാടിയാണേലും മമ്മി എൻ്റെ കൂടെ ഉണ്ട്. സാരി ഡ്രേപ്പ് ചെയ്യാനാണെങ്കിൽ അതിന് എല്ലാ കാര്യത്തിനും മമ്മിയാണ് കേട്ടോ എൻ്റെ ഓൾ ഇൻ ഓൾ ഹെൽപ്പായിട്ടുള്ളത്. മമ്മിയുടെ ഉറക്കമൊക്കെ പോയിട്ടോ. ഇനി നാളെ എങ്ങനെ എണീക്കും മമ്മി? മമ്മി മടുത്തോ? മടുത്തൊന്നുമില്ല. മണി 11:30 എങ്ങാണ്ടായി. ഇനി എപ്പോഴാ കിളി പാറി. എനിക്ക് 3:30 ആകുമ്പോൾ എണീക്കണം രാവിലെ. മമ്മി ഇഷ്ടപ്പെട്ടോ ഈ ജോബ്? എനിക്ക് ഇത്ര ക്ഷമയൊന്നുമില്ല കൊച്ചേ. ആണോ? അതിന്റെ ഫ്ലീറ്റ്സ് എടുക്കണതൊക്കെ എല്ലാ ദിവസവും സാരി എടുത്തോണ്ടിരുന്ന ആളല്ലേ? പക്ഷേ എനിക്ക് ഭയങ്കര പാടായിരുന്നു. എല്ലാ ദിവസവും ഉടുക്കുമായിരുന്നെങ്കിൽ എനിക്ക് പാടായിരുന്നു. നിവൃത്തി ഉണ്ടെങ്കിൽ കോട്ടൺ സാരി ഉടുക്കില്ലായിരുന്നു. കാരണം എന്നാന്നറിയാവോ? കോട്ടൺ സാരി പശയൊക്കെ മുക്കി വെച്ചുണ്ടല്ലോ, നമ്മളത് ആരെങ്കിലും ഒന്ന് പിടിക്കാൻ കൂടണം. അതെല്ലാം ഒന്ന് വലിച്ചേച്ച് ഉണങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ആരുമില്ല, ഡാഡിയൊന്നും കൂടില്ല. അത് കഴിഞ്ഞ് അന്നേരമൊക്കെ ഉണ്ടെങ്കിലല്ലേ, എന്നാലും വലിയ ഇഷ്ടമൊന്നുമില്ല. നിർബന്ധിച്ച് കഴിയുമ്പോൾ ഞാനും വന്ന് അതൊന്നും കാര്യമായിട്ടൊന്നും സഹായിച്ചിട്ടില്ല. പിന്നെ ഡാഡിയൊന്നും കൂടില്ല. ഡാഡി കൂടുന്ന എപ്പോഴാ? കയ്യെ കാലെ പിടിച്ചത് ഞാൻ കൂടത്തി വരാൻ താമസിക്കും. ദൈവത്തെ ഓർത്തൊന്ന് അടിയിലൊന്ന് പിടിക്കാൻ പറയുമ്പോ ചില ദിവസം എങ്ങാനും. എന്നിട്ട് ചിക്കുവിനെ വിളിച്ചു കഴിയുമ്പോൾ ചിക്കുറ, എൻ്റെ മമ്മിക്ക് വേറെ തൊഴിലൊന്നുമില്ലേ, തന്നെ ഉടുക്കാൻ പറ്റുന്ന സാരിയൊക്കെ അങ്ങോട്ട് ഉടുക്കാൻ മേലെ. ഞാനങ്ങനെ അധികം കോട്ടൺ സാരി ഉടുക്കുകയില്ലായിരുന്നു. കാരണം എനിക്ക് ഉടുക്കാനുള്ള പാടുകൊണ്ടേ എന്ത് ചെയ്താ പ്ലീറ്റ്സ് എടുത്ത ചുരിദാർ അന്ന് ചുരിദാർ സ്കൂളിൽ അനുവദനീയമല്ലായിരുന്നു. ഇപ്പൊ ചുരിദാറാ. ഞാൻ എന്നും സാരി ഉടുക്കുമ്പോ എന്റെ ദൈവമേ വല്ല ചുരിദാറായിരുന്നു, എത്രയും പെട്ടെന്ന് ഇട്ടോണ്ട് വേഗം പോകായിരുന്നല്ലോ എന്ന്. പിന്നെ ഉണ്ടല്ലോന്നേ, ഈ സാരിയൊക്കെ പുറത്ത് കൊടുത്ത്, ഈ കോട്ടൺ സാരിയെ പുറത്ത് കൊടുത്ത് തേപ്പിച്ചൊക്കെ കൊണ്ടുവരണേ, കുറച്ചും കൂടെ നമുക്ക് ഉടുക്കാൻ പറ്റും. മാനേജബിൾ. മറ്റേന്ന് പറഞ്ഞാൽ എങ്കോണിച്ചൊക്കെ ഇരിക്കുമല്ലേ. ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ, മമ്മി വന്ന സമയം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് മമ്മി സാരി ഉടുത്തിട്ട് ഓർമ്മയൊക്കെ ഓർക്കുന്നത്. ഞാൻ 5 മിനിറ്റ് കൊണ്ടല്ലേ സാരി ഉടുത്ത് ഓടണം. എല്ലാ മേക്കപ്പും കഴിഞ്ഞ് സാരി ഉടുത്ത് 5 മിനിറ്റ് കറക്റ്റ് ഒന്നും ആയിരിക്കില്ല. ഇന്ന് നമ്മള് പ്ലീറ്റ് എടുത്തത് എല്ലാ സാരിയും മടക്കി കയറ്റിയത് കണ്ടോ മമ്മി? എനിക്ക് അത്ര ക്ഷമയൊന്നുമില്ല. ഒരു സാരി ഭയങ്കര കട്ടിയായിട്ടുണ്ടായിരുന്നു, ആ പിങ്ക് സാരി അല്ലേ? നല്ല കട്ടിയായിരുന്നു. എനിക്കെല്ലാം ഇടിപിടിയുന്ന പറ്റുള്ളൂ. നമ്മൾ ഈ സാരി നല്ലോണം അയൺ ചെയ്തിട്ട് കേട്ടോ. ഞാൻ ശരിക്കൊന്നും അയൺ ചെയ്യുമൊന്നുമില്ലായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നും അത്രയും കോട്ടൺ സാരിയൊക്കെ നല്ല ഈ വെള്ളമൊക്കെ തളിച്ച് നന്നായിട്ട് തേച്ച് വടിപോലെ ആകാനുള്ള. മമ്മി വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ സാരി നല്ലോണം ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അതൊക്കെ ശരിയാ, ഒരു ഐശ്വര്യം കാണുന്നവർക്ക്. നല്ല ബോഡി ഷേപ്പും ഒക്കെ വേണം. പിന്നെ ഞാൻ അവസാനം ഇപ്പൊ തേപ്പിക്കാൻ കൊടുക്കാൻ തുടങ്ങി കേട്ടോ. ആദ്യകാലത്തൊന്നും അങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ. ആദ്യകാലത്തൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞ് ചുമ്മാ ഒഴുകി കിടക്കുന്ന സാരിയായിരുന്നു എടുത്തോണ്ട്. അതാണ് പെട്ടെന്ന് എടുത്ത് ഷിഫോൺ പെട്ടെന്ന് ഉടുക്കാൻ എളുപ്പമുണ്ടല്ലോ. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് കോട്ടണും മറ്റേ ബാക്കികളൊക്കെ. മമ്മി സ്കൂളിൽ പോകുന്ന കാണുമ്പോ എനിക്കൊരു ടീച്ചറായ കൊള്ളാന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. മമ്മിയുടെ രസമാണ് പോക്കാണ്. പക്ഷെ എനിക്ക് ക്ഷമയില്ല മമ്മി പിള്ളേരെ പഠിപ്പിക്കാൻ. ഓ എന്റെ പൊന്നെ, എന്റെ അടുത്തൊരു 10 പിള്ളേർ വന്നാൽ ഞാൻ കുറച്ച് കഴിയുമ്പോ വയലന്റ് ആവും. എല്ലാത്തിനും ശരിയാക്കി ഞാൻ. അതെ നല്ല ക്ഷമ വേണം. പണ്ട് എന്റെ അടുത്ത് കൂട്ടുകൂടണം. 3 പിള്ളേരെ കണ്ട് ട്യൂഷന് വന്നേ. അപ്പൊ ലാസ്റ്റ് ഞാൻ തന്നെ നിർത്തിയ ട്യൂഷൻ. ഒറ്റ എണ്ണം കേൾക്കുന്നുമില്ല. നല്ല പരിപാടിയാ അല്ലേ? എന്നാ കിടന്നാലോ? ഇനി എന്തിനാ കിടക്കണേ അല്ലേ? നമ്മുടെ ടേബിളെല്ലാം സെറ്റാക്കി നമ്മള് നാളത്തെ മേക്കപ്പിന് വേണ്ടിട്ടേ. സാരി സെറ്റാണ്. ഇനി നമ്മള് ഒന്ന് കിടക്കാം അല്ലേ? ഇവിടെ ഒരു ക്ലോക്ക് കൂടെ മേടിച്ചു വെക്കണം. ക്ലോക്ക് മേടിച്ചു വെക്കണം, സമയം അറിയാൻ പെട്ടെന്ന്. അതല്ല നമ്മള് സമയം അറിയാൻ ഇവിടെ എവിടെയെങ്കിലും വെച്ചാൽ മതി. ഇവിടെ എവിടെയെങ്കിലും വെക്കാം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് സമയം അറിയാലോ. ഞാൻ പറഞ്ഞ എല്ലാ മുറിക്കടയും ക്ലോക്ക് വേണം. എല്ലാം ഒരു വാവളിയായിരുന്നോ മതി.
ഞാനിപ്പോ പണ്ടേ ഉറക്കം പിടിക്കേണ്ട 9:30 ആകുമ്പോ കിടക്കേണ്ട മമ്മിയാ. 9:30 9:30 കിടക്കാറില്ല, 10 മണി. നമ്മുടെ സാരി എല്ലാം സെറ്റല്ലേ മമ്മി? ഞാനും മമ്മിയുടെ ഏട്ടാ സാരി എല്ലാം മുടക്കേ. അപ്പോ വേഗം കുപ്പി എടുത്തോ. 11:30 കഴിഞ്ഞ് കാണും. ഇപ്പൊ സമയം എന്നായിരുന്നു നോക്കിയേ? സമയം 11:36. അതെയോ? ഓടിയോ? ഇനി ഒത്തിരി നേരം. മമ്മി ആണെങ്കിലും മേളത്തെ സ്റ്റുഡിയോയിൽ കയറി മമ്മിയും തന്നെ എടുത്തില്ല, എന്നെയും തന്നെ എടുത്തില്ല. എന്നാ പോവാ. പോയേക്കാം. AC ഒക്കെ ഓഫ് ചെയ്തോ. ഓക്കെ.